വെൽക്കം ടു അവർ ചാനൽ ഷനു സിമ്പിൾ കിച്ചൺ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് ഡിഷായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ്, 1 കോഴിമുട്ട, 2 ടേബിൾ സ്പൂണ് മൈദ, 2 ടീസ്പൂണ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് മസാല പിടിക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഡ്രാഗൺ ചിക്കനിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കുക. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ 3 ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 കളറ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും, 1 സവോള നീളത്തിലരിഞ്ഞതും, 1 ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് എല്ലാം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടീസ്പൂണ് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. സോയാ സോസ് ചേർക്കണ കാരണം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്ക കൂടിയും ചേർത്ത് കൊടുക്കുക. അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള സോസുകളും എല്ലാം കൂടി വഴന്ന് വന്നപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് സെല്ലറിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. എരിവും പുളിയും മധുരവും എല്ലാം കൂട്ടി ചേർന്നിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം.